പോലെ കുറെ ഐറ്റംസ് കാണും. ഇന്നത്തെ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇട്ടു, നമ്മൾ വണ്ടി എടുത്തു, നമ്മളിനി ഫോർട്ടിലല്ലേ പോകുന്നത്. ഏത് ഫോർട്ടാണെന്നതിനെ വിളിച്ചാൽ നമ്മൾ ഏതോ ഒരു ഫോർട്ടിൽ പോവാണ്. ഫസ്റ്റ് പോയിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് നമുക്ക് ഫോർട്ടിൽ പോകണം. ഇന്ന് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ റെഡിയായി. അപ്പം ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ ക്വാളിറ്റി എടുത്തിട്ടുണ്ട്. നല്ല തിരക്കാണ് രാവിലെ, നല്ല തിരക്കാണ്. ഫുഡ് കഴിക്കാനായിട്ട് സായി കൃഷ്ണ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് എത്തിയത്. പോയിട്ട് വല്ലതും ഞമ്മ വാ. ഫുഡ് ഓർഡർ ചെയ്ത് ഒരു പാവ് ഭാജി, ഒരു ചോല ഭട്ടൂര, പിന്നെ ഒരു ആലു പൊറോട്ട. ഇന്നലെ ആലു പൊറോട്ട കഴിച്ച, പക്ഷേ ഇന്നലെ കഴിച്ച ആലു പൊറോട്ടയ്ക്ക് 190. ഇന്ന് കഴിക്കാൻ പോകുന്ന ആലു പൊറോട്ടയ്ക്ക് 130. ഒരു കാര്യം മനസ്സിലായി, ബീച്ചിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് കലങ്കോട് തന്നെ മുമ്പോട്ട് വരുമ്പോൾ ഫുഡ് അത്ര എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല. അത് ശരി. ഇത് മെയിൻ സ്ഥലം ആയതുകൊണ്ട് കുറച്ചൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെയും കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. 5-6 കട കാണും. പക്ഷെ 5-6 കടയിൽ ഫുഡ് അങ്ങനെ അതായത് ബീച്ചിനടുത്തുള്ളതാകുമ്പോൾ ആൾക്കാർ അവിടെ തന്നെ കഴിക്കാൻ നോക്കും. പിന്നെ ഇങ്ങോട്ട് ദൂരം കൂടുന്നതനുസരിച്ച് കടകൾ ഒരുപാട് കാണും, പക്ഷേ റേറ്റ് കുറവായിരിക്കും. അവിടെ തന്നെ കഴിക്കാൻ നോക്കിയാൽ അവർ കീറി വിടും. പക്ഷെ ഫുഡ് കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. പാവ് ഭാജി ഇതെങ്ങനെയാണ് കഴിക്കണ്ടേ? ഇങ്ങനെ മുക്കുക, എങ്ങനെയാണോ കഴിക്കുക. കുറച്ച് തിന്നായിട്ട് പിടിക്കാൻ മതിയായിരുന്നില്ല. കൊള്ളാം. പക്ഷെ എല്ലാവരും ഒരു ടേസ്റ്റ് അറിയാമല്ലോ. എല്ലാവരും മണ്ടക്ക് കൊണ്ട് കഴിച്ചു പോകും. പക്ഷേ കുഴപ്പമില്ല, സാധനം കൊള്ളാം. ബാജി അല്ലേ, ബാജി ഇത് കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ഐറ്റം വന്നു, കൊട്ട് വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പാവ് ഭാജി തീർന്നു. ചൂടാ ഇതും കൊള്ളാം. ഇന്നലെ കഴിച്ച ഫുള്ളേക്കാളും കൊള്ളാം. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തീർക്കും. ഞാനത് കഴിച്ചത് കേട്ടാ. അടുത്ത വന്നു ആലു പൊറോട്ട. ഇന്നലെ വാങ്ങിച്ച ആലു പൊറോട്ടക്കാളും വലിയ ആലു പൊറോട്ടയാണ്. കാരണം എന്താ വെച്ചാൽ തേങ്ങ ആലു പൊറോട്ട ആയിരുന്നു. 190 രൂപയും ഇത് 130 രൂപയും. അതുപോലെ വന്നു കഴിയുമ്പം ഇത് ഉള്ള സാധനം ഒന്നും പറയാനില്ല. മറ്റവന്മാർ നമ്മൾ തേച്ച് ഇന്നലെ കഴിച്ചാൽ ബീച്ചിൻ്റെ സൈഡിലായതുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത് റെഡിയാണ്. പക്ഷേ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അവിടെ എല്ലാം തീർത്തിട്ടാണ് കേട്ടോ. വെക്കുന്നു തീരുന്നു. ഇനി ഒരു പാവ് ഭാജി കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിച്ചിട്ട് പോകുമ്പോൾ വിളിക്കാം. പോകുമ്പോൾ വരാം. ഇതേപോലെ നെല്ലുടക്കായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തൊട്ട് ഞാൻ കാണുക. അപ്പോൾ എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. ഒരുപാടൊക്കെ അറിയാമായിരിക്കും. എനിക്കറിയത്തിലാണ് ഗോവയിൽ നെൽകൃഷി ഉണ്ടെന്ന്. സോ ഗോവയിൽ വന്നാൽ നമുക്ക് നെല്ല് കാണാം. നെല്ലാണോ ഗോതമ്പാണോ? നെല്ലാണ് ഗൈസ്, ഗോതമ്പല്ല, നെല്ലാണ്. ഈ കണ്ണാടി വെച്ച് തോന്നിയതാണോ നെല്ലാണ്? ഞങ്ങൾ വീണ്ടും പൊട്ടിപ്പൊടിഞ്ഞ ബീച്ച് റോഡിലൂടെ അഗോഡ ബീച്ചിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോറി, ഇതെല്ലാം വേറെ വഴിയുണ്ടെന്ന് ഞാൻ കരുതാം. പക്ഷെ എല്ലാ വണ്ടിക്കാരും ഇതിലാണ് പോകുന്നത്. മൊത്തം പൊളിഞ്ഞ് നടക്കുകയാണ്. എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ഈ ആളുകൾ കൂടുതൽ സമയത്താണോ റോഡ് പണിയാക്കേണ്ട സമയം? അതല്ലാതെ സീസൺ അല്ലാത്ത സമയത്ത് റോഡൊക്കെ പണിയാലോ. ആൾക്കാർ കൂടുതൽ സമയത്തല്ലേ റോഡ് പണിയണോ? ഫുള്ള് ബ്ലോക്കും ഫുള്ള് പൊടിയാണ്. വെള്ളയൊക്കെ ഇട്ടിട്ട് വന്നാൽ അവിടെ ചില ചുമയാവും. എൻ്റെ ഈ നിക്കറിലൊക്കെ ഇപ്പോഴേ ചെളി പിടിച്ചു തുടങ്ങി. ഇവിടെ ഞങ്ങൾ ഫോർട്ടിൻ്റെ അടുത്തെത്തി. 50 രൂപ വെച്ചെന്തോ പാർക്കിംഗ് ഫീ ഉണ്ട് ഇവിടെ. എനിക്ക് 2 വീലറിനും എല്ലാ വണ്ടിക്കും പാർക്കിംഗ് ഉണ്ട്. 2 വീലറിൻ്റെ പാർക്കിംഗ് ഫ്രണ്ടിലാണ്. ഒരുത്തം കൂടെ വരാൻ ഉണ്ടായിരുന്നു, അവനെ കാണുന്നില്ല ഗൈസ്. ദൈവമേ, ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറാൻ പോകാം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എത്ര ആണോ എത്തും. നല്ല വെയിലുണ്ട് ഗൈസ്.
മുട്ടയെടുത്ത വെയിലാണ്. ക്യൂ നിൽക്ക് എത്ര നോക്ക്. 50 ദൂരം 400 300 നമുക്ക് 25. ആ ഓ ഇന്ത്യൻസ് ആർ കെമിക്കൽ ഓപ്ഷൻ. അതായത് ഫോറിനേഴ്സിന് 300 രൂപ, നമുക്ക് 25 രൂപയാണ് ഗൈസ്. അതായത് ഇന്ത്യൻ ടിക്കറ്റ് ടിക്കറ്റിന് ഇന്ത്യൻ സിറ്റിസണിൽ 25 രൂപ പെർ ഹെഡ്. പിന്നെ ഫോറിനേഴ്സിന് 300 രൂപ. പിന്നെ 15 വയസ്സിന് താഴെ ഉള്ളവർക്ക് ടിക്കറ്റ് എടുക്കണ്ട, ഫ്രീ ആണ്. അക്കോഡോ ഫോർട്ട് സ്കാൻ ആൻഡ് പേ. ഇവിടെ സ്കാൻ ആൻഡ് പേ എന്ന് പറയുന്ന സംഭവമുണ്ട്. സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. സാധനം സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ചോദിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ സ്കാൻ ചെയ്താലും ടിക്കറ്റ് എടുക്കാം. കൊടുക്കാൻ പറ്റി ടിക്കറ്റ് എടുത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കയറ്റു. ഒന്ന് അനങ്ങിയാലോ? ഞങ്ങളിവിടെ വേറെ ആരെങ്കിലും ഗൾഫിൽ ടിക്കറ്റിന് കാശ് കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ പറ്റത്തില്ല കേട്ടോ. 25 രൂപയുടെ കാര്യമാണ്. രാവിലെ എന്തോ ഫ്ലിപ്കാർട്ടിൽ എന്തോ ഡെലിവറിക്ക് വന്നത്, ടി വി ഡെലിവറിക്ക് വന്നിട്ട് അതിൻ്റെ ഇൻവോയ്സ് ഫ്ലിപ്കാർട്ടിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. വെക്കാൻ വന്ന പുള്ളി കിടന്ന് അമ്മലിനെ കിടന്ന് വിളിച്ച് ഞങ്ങൾക്ക് ഇവനെ മിസ്സായി ഇടയ്ക്ക് വെച്ച് അറിയാവും. പിന്നെ എങ്ങനെയാണ്ടൊക്കെ തപ്പിക്കാനോട് തിരിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പോഴും ടി വി വെക്കുന്ന കാര്യമാണ് നാട്ടിൽ. നല്ല തിരക്കുണ്ട് കേട്ടോ, രാവിലെ ആയതുള്ളൂ നല്ല തിരക്കുണ്ട്. പക്ഷേ ഫോർട്ടിലേക്ക് കയറാൻ പോവാണ്. ഇതിലാണ് എൻട്രിക്ക്. ഇവിടെ വേണം, അവിടെ എവിടെയോ പാസ് കൊടുക്കണം. അവിടെ പുറത്ത് ആ സെക്യൂരിറ്റിക്കാർ ജസ്റ്റ് പാസ് നോക്കിയേ ഉള്ളൂ. എനിക്കൊന്നും ഇവിടെ കയറുന്നതിന് മുന്നേ ടിക്കറ്റ് ചെക്കിങ്. യെസ്, ഇവിടെ ടിക്കറ്റ് ചെക്കിങ് ഉണ്ട്. നീ കയറിപ്പോ, ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങളങ്ങനെ ഫോർട്ടിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ക്യാമറ വീഡിയോ ഒന്നും അലോമൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നലെ പാകയിൽ തിരിച്ച് വന്ന വഴിക്ക് 500 രൂപ പോയി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പാകയിൽ വരുന്ന വഴി ഞങ്ങൾ വന്ന വഴി 1 വേ ആയിരുന്നു. നമ്മളെ മണ്ണോട് നോക്കൂ, വന്ന വഴി 1 വേ ആയിരുന്നു. അപ്പോൾ അത് മര്യാദയ്ക്ക് അവിടെ പേ മാർക്ക് ചെയ്തൊരുത്തൻ പറഞ്ഞു. അവൻ വെള്ളമാണെന്ന് കരുതി മൈൻഡ് ചെയ്യാതെ പോയി. താഴെ ഇറങ്ങിയപ്പോൾ പോലീസ് അടിച്ച് 500 രൂപ വെറ്റി കൊടുക്കാൻ. ആദ്യം പറഞ്ഞ നിങ്ങളുടെ ലൈസൻസ് ഫൈൻ ഉണ്ടെങ്കിൽ അതിന് ട്രിപ്പിൾ ടൈംസ് അടയ്ക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ 500 രൂപ അടച്ചാൽ. അവസാനം കാലിൽ മേടിച്ച് 2 വണ്ടിക്കൂടെ 500 രൂപ വെറ്റി വെച്ച് അടച്ചാണ് വന്നത്. ദേവാതീയത്തിന് അവർ ഊതിച്ചില്ല. ഊതിച്ചായിരുന്ന ആ കോക്ടെയിലിൻ്റെ സ്മെല്ലാണ് വന്ന് പിന്നെയും പറ്റിയായിരുന്നു. ഊതിക്കത്തില്ലല്ലോ. ഈ ഏറ്റവും കൂടുതൽ അവിടെ സെയിലാവുന്നത് മദ്യമാണ്. സോ അത് അവരുടെ വലിപ്പാറ കളറിൻ്റെ പരിപാടിയൊന്നും കാണിക്കുന്നില്ല അവർ. എന്തായാലും നമുക്ക് ഫോർട്ടിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. നല്ല അട്ട വെയിലാണ് ഗൈസ്. സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. സൺസ്ക്രീനൊക്കെ ഇട്ടായിരുന്നു, അതൊക്കെ വളരെ ആ പടി കൂടെ വന്നുള്ള പൊടിയെല്ലാം കൂടെ ബോധത്തിൽ കാണിച്ചതിൻ്റെ ഇടപാട് തീർന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഗോവയെക്കുറിച്ച് ഈ ഫോട്ടോയെക്കുറിച്ചുള്ള ടെക്നിക്കൽ ശാസ്ത്രീയപരമായി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽപരമായിട്ടുള്ള പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അത് എങ്ങും നമ്മളിപ്പോൾ ട്രിപ്പ് പോകാൻ കൂട്ടാനായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്ളോഗാണിത്. അല്ല മറ്റേ പ്യൂർ രാത്താ വിവരണമൊക്കെ കേൾക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ കാണുന്നതാണെങ്കിൽ നല്ലത്. അമ്പറ്റിക്കൊന്നും പറയാല്ലേ ഗൈസ്. അമ്പറ്റിക്ക് ഇതിനെക്കുറിച്ചൊരു പൂക്കച്ചവടം അറിയത്തില്ല. വെറുതെ പറഞ്ഞ ആളെ കേട്ട ഇത് എന്തുവാണ് എനിക്കൊന്നും പണ്ട് പിരിക്കി വെച്ചിട്ട് സാധനമായിരിക്കാം. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. ഇവിടെ വെച്ച് സോറി ഗൈസ്, ഇത് വാച്ച് ടവർ ആണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് എൻജോയ് ദ വൈബ്, അത്രേ ഉള്ളൂ. അമ്പത്തി എവിടെ പോയി നമ്മൾ സെൽഫി എടുത്താൽ നമ്മൾ ക്യാമറ ആയിട്ട് വരിക. ഇതിന്റെ നടുക്ക് ഇരുന്നിട്ട് മോളിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക.
ഗൈസ് ഞാൻ സ്വപ്നം കണ്ട ഗോവയിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഏകദേശം അല്ല, ഒരു 1%. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ട ഗോവയൊന്നും അല്ലായിരുന്നു, മറ്റേ പെണ്ണുങ്ങളില്ലായിരുന്നു കാണാകളാവുന്നു. ഇന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞങ്ങൾ നൈസായിട്ടൊക്കെ പോയി കളക്ഷനൊക്കെ എടുത്ത് കുറച്ചിലൊക്കെ വായതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇത് ഈ ഫോട്ടോ കാണുന്ന ഏകദേശം 1612. എനിക്കൊന്ന് വാച്ച് ടവറിനകത്ത് കയറാൻ പറ്റും. വാച്ച് ടവറിനകത്ത് കയറാൻ പറ്റും ഈ ഫോട്ടോ. പിന്നെ ലൈറ്റ് ഹൗസാണ്, സോറി ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റും. 1612 ഇതിൽ പണിത ഫോട്ടോ ആണിത്. ചില സംഭവങ്ങളൊക്കെ ഇടിഞ്ഞിടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ സംഭവം കൊള്ളാം ഗൈസ്, നല്ല രസമുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ മുട്ട ഇടുന്ന 12 മണിയാകുമ്പോൾ വെയിലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് മുട്ട ഇടാം. ആരോട് നീ എന്തോ പറഞ്ഞു? ഇവനാണ് ഇന്ന് താമസിച്ചത്. 7 മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞാണ് ഇവനാണ് താമസിച്ചത്. 7 മണിയാകുമ്പോൾ ഇവിടെ കയറ്റുമോ താല്പര്യം? ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആണ് ഗൈസ്. ഇവരെല്ലാം മാറിട്ട് അപ്പോൾ ഏതാണ്ട് ഫോട്ടോ എടുക്കാനാണ്. ഞങ്ങൾ നിൽക്കും, ഓരോരുത്തർ കയറും. മിക്കവാറും ഇവിടെ എല്ലായിടത്തും മലയാളികൾ കാണിക്കേണ്ടി വരും, ഓടിച്ചാടിക്കേണ്ടി നിൽക്കേണ്ടി വരും. അല്ലേ അമൽ, എന്താണ് താങ്കളുടെ അഭിപ്രായം? യോജിക്കുന്നു അതിനോട്. ഇവരെടുത്തുള്ള അടുത്ത് ഞങ്ങൾ ചാടിക്കേറി വയ്ക്കും, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ കേട്ടൊരു 10-15 മിനിറ്റായി. മോറ്റി നമ്മളെല്ലായിടത്തും കാണിക്കണം, ഇടിച്ചു കുത്തിക്കാറാണ്, ഒരു മരുന്നും കാണിക്കാതെ. പറ്റുമോ സക്കീർ വായിക്കേ? മുഖം പൊള്ളുന്നു. എനിക്കത് ഗൈസ് ഇവിടെയാന്ന് തോന്നുന്നു, അല്ലേ? ഇത് എന്താണ് സംഭവം എനിക്കറിയത്തില്ല. ഇതിൻ്റെ താഴേക്ക് ഈ ഒരു ഹോളിനകത്ത് നോക്കുമ്പോൾ താഴെ കാണാം. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല, പക്ഷെ കൊള്ളാം, രസമുണ്ട്. ഇവിടെ ഈ ഫോട്ടോയെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ അതറിയേണ്ടവർ ജസ്റ്റ് ഈ ഒരു കാര്യം ഈ സംഭവം പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം സിമ്പിൾ. ഫോട്ടോയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ അല്ല, ഇവിടെ ആണ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് അറിയേണ്ടവരുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കുക. അയ്യോ, എൻ്റെ കൂടെയുള്ളവന്മാരെ കാണുന്നില്ല ഗൈസ്, ഞാൻ ഒറ്റയ്ക്കായി പോയി. അയ്യോ, എനിക്ക് ഗോവയിൽ ഒന്നും അറിയത്തില്ല. എന്നെ വിട്ടിട്ട് പോവല്ലേ, ബ്യൂട്ടിഫുൾ. ഇവിടെ എന്താണ് സംഭവം? ഓ എൻ്റെ പൊന്നെ, നല്ല ആളുണ്ട് ഗൈസ് താഴോട്ട്. ഇത് കടലല്ലേ? കടലാണ് ഗൈസ്. താഴെ ബോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. താഴെ പോയി കഴിഞ്ഞാൽ ബോട്ട് റൈഡിൽ പോകാൻ തോന്നുന്നു. ചുമ്മാ വെച്ചാൽ എനിക്കറിയാൻ കടലാന്ന്. താഴെ പോയാൽ ബോട്ട് സർവീസ് ബോട്ടിൽ കയറി കറങ്ങാൻ പറ്റും തോന്നി. ഈ ഫോട്ടോ താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഗൈസ്, താഴെ അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. എന്തോ നമ്മൾ വരുന്ന വഴി ഞങ്ങൾ വരുന്ന വഴി താഴോട്ട് ഇറങ്ങി പോകാനുള്ള സംഭവമാണ്. എനിക്കൊന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ താഴെക്കൂടെ അവിടെ ബോട്ടിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെയിലോട്ട് പട്ടിയായി. വേറൊരു കാര്യം, എൻ്റെ DJ ആക്ഷൻ ക്യാമറ വെയിലടിച്ച് ചൂടായി ഓഫായിപ്പോയി. വീണ്ടും ഐഫോൺ തന്നെ എടുക്കേണ്ടി വന്നു ഗൈസ്. അയ്യോ, വീട്ടിലിടയ്ക്ക് തിരക്കാടേ, ഇടിച്ച് വീഴല്ലേ. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഫോട്ടോയിനകത്ത് കുറേ അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ടെക്നിക്കൽ വശങ്ങൾ എനിക്കറിയത്തില്ല. സോ അതിനെക്കുറിച്ച് സംസാരിച്ച് തെറ്റിയിട്ട് വെറുതെ നാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മേ, വീട് സ്റ്റെപ്പ് ഇതിലേ നമ്മൾ ഇറങ്ങിപ്പോയേ. എടാ, നമ്മൾ ഇതിലേ കയറിപ്പോയേ. ആ, അതിന് ഇറങ്ങണം. അത് താട്ട് പോകാതോ? എന്ത് വേണ്ടേ? താട്ടിറങ്ങാതോ? ഇതിലെ നമ്മൾ പോയ സ്ഥലത്തോട്ട് കയറുക. കല്ലാടി വെച്ചിട്ട് വീട്ടിൽ കാണുന്നില്ല. ഇത് നമ്മൾ ഇറങ്ങി വന്ന വഴി അല്ലേ? കേട്ടില്ല. അങ്ങനെ അയ്യോ, നല്ല വെയിലാണ്. ഐസ്കോള ഇന്നാ വന്നാണ് ഉണ്ടാക്കുന്നത്. എന്തോ സീന് വേണമെന്നാണോ? എന്താ വേണ്ടത് കാര്യം പറ. നീ എൻ്റെ ഓഡിയൻസിനെ ബോധിപ്പിക്കണം എന്താ വേണ്ടാത്തത്. വേണ്ടെന്ന് പറയുന്നത് പല ബസ് നോക്കണ്ടോ? പെട്ടെന്ന് അരിയണം ഉപ്പിട്ടോ. ഓ അങ്ങനെ. ഇതെന്താ വേണ്ടേ?
दोनों मैंगो ना എന്താ വേണ്ട നമുക്ക്? ग्रीन एप्पल है ना ഗ്രീൻ ആപ്പിൾ, ग्रीन एप्पल വാട്ടർമെലൺ. क्या है काला खट्टा है पाइनएप्पल है വാട്ടർമെലൺ ആണേ, വാട്ടർമെലൺ. एक काला खट्टा क्या काला खट्टा क्या है എന്തോ मैंगो इफ यू टेकिंग डोंट टेक काला कट्टा कड़वा लगेगा मीठा भी होगा काला खट्टा കൽക്കട്ട അല്ല, काला खट्टा വാഴക്കട്ട. काला खट्टा ആ अजय मैंने गोला करा मैंगो इन्हें कंप्लीट कर लाली मैंगो गोला करे ഓ ഇവരിനകത്ത് ഇതുകൂടി അതേ ഉള്ളു ലൈം കഴിക്കുന്നു എനിക്ക് ലൈമൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് വേറെ ഏതാണ്ടൊക്കെ മിക്സ് ചെയ്തിട്ടാ എനിക്ക് വേറെ ഏതാണ്ട് പൊടിയൊക്കെ ഇടുന്നടാ എടാ കാലക്കട്ടയല്ലേ, കാലക്കട്ട. പെപ്പർ വരും അതിനകത്ത്. ഓഹോ മൂഞ്ചി. ഇന്ന് ഇടിവാശം മര്യാദയ്ക്ക് മാംഗോ മേടിക്കാം. അതാ മോനെ കാണിച്ചാൽ കൽക്കട്ട കഴിക്കുന്നതിന് കഴിക്കുന്നതിന് വീഡിയോ അങ്ങോട്ട് നോക്കണം. അതിന്റെ ക്യാമറ ഏതൊക്കെ സാധനമാണ് ആദ്യം അറിയുന്നത്. ഒരു നക്ക് നക്കുന്ന എനിക്ക് മനസ്സിലാവും. കഷായം പഞ്ചാര ഇതിപ്പോ എന്താ പറയണ്ടേ, അവിടെ ക്യാൻറ്റീൻ പണ്ടത്തെ അത് ഇതാണ് കഴിച്ചവന്മാരുടെ എക്സ്പ്രഷൻ. പിന്നെയും കുഴപ്പമില്ല. അത് അവിടെ പിന്നെ ഇരിക്കുന്നു. കേരളവണ്ടി നമ്മള് കേരളത്തിന് വെളിയിൽ പോയിട്ട് എവിടെ പോയാലും നമ്മുടെ കേരള ദേശീയ വണ്ടി കാണുമ്പോൾ കൊള്ളാം, ഒരു ഇതുണ്ട്, മലയാളി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട് ആകെ. അപ്പോൾ നമ്മൾ വീണ്ടും ബാഗിൽ വന്നിരിക്കുകയാണ്. ഞാൻ സ്വപ്നം കണ്ട കോവ കാണാൻ വേണ്ടി, ഇവരും സ്വപ്നം കണ്ട കോവ കാണാൻ വേണ്ടി. ഞാൻ ആരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു, ആരെയും കണ്ടില്ലെങ്കിൽ തേജ് വെറുതെ വന്ന് വെറുതെ പട്ടി വന്നിക്കുന്ന പോലെ പോട്ട് വരും. ഇത്തവണ നമ്മൾ നേരത്തെ വന്നിരിക്കുന്നു, രാത്രി വന്നിരിക്കുന്നു. സോ വീണ്ടും സ്വപ്നം കണ്ട ഗോവ കണ്ടാൽ മതിയായിരുന്നു ഈശ്വര. അത് ഞാൻ കണ്ട ഗോവയൊന്നുമല്ല, അല്ല, ഞാൻ കണ്ട ഗോവ വേറെയാണ്. കുടുംബത്തിൽ പറഞ്ഞവര് മര്യാദ കിടക്കൂടാ, എന്തോ പറഞ്ഞേ? കുടുംബത്തിൽ പറഞ്ഞവര് മര്യാദ കിടക്കുന്നു. നീ ഇപ്പഴ ഗൈസ്, ഈ നാറിയാണ് ഗോവ ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഞാനെങ്കിലും പറഞ്ഞില്ല, തട്ടി വീഴല്ലേ. നീ ഡട്ടി മൈൻഡുമായിട്ട് വരുന്നത്. ഞങ്ങളൊക്കെ മാന്യമായിട്ട് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട്? രാമു. ശരി, രാമു ഞാനാണല്ലോ. ഞാനുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സത്യസന്ധം കളിക്കുന്നമാരാണ് ഏറ്റവും പെറിയ നാറികൾ, അറിയാവോ? അപ്പോൾ അത് നന്നായിട്ട് നടക്കുന്നവരെ കാണുമ്പം തോന്നിവാസം കാണിച്ച് നടക്കുന്നവന്മാർക്ക് പറയാനുള്ളൊരു ന്യായം, അത് നന്നായിട്ട് നടക്കുന്നവന്മാരാണ് ഏറ്റവും വലിയ നാറികളെന്ന്. അതൊരുമാതിരി ചെറ്റ വർത്താനമാണ് ദാസ. ഞാനിതെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് കുഴപ്പമില്ല, ഉള്ള കാര്യമില്ല പറഞ്ഞത്. മര്യാദയ്ക്ക് നടക്കുന്നവനെ കാണുമ്പം മുമ്പിൽ തിരിച്ച് നടക്കുന്നവന്മാർക്കുള്ളൊരു ഡയലോഗ് അടിയാണ് അവനൊക്കെ ഉടായിപ്പാണ്. ഗൈസ്, നമ്മള് വീട് കുടുംബം നിങ്ങൾ സംസ്കാരം കുടുംബം പ്രതീക്ഷിച്ച് വീഡിയോ കാണരുത്, കണ്ടു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ക്യാമറ ഇതാക്കി കാണിച്ചു തരാം. ഒരുപാട് പേരോട്ട്. പിന്നെ വൈകുന്നേരം ഇതിലും തിരക്കുണ്ട് കേട്ടോ. ഇതെല്ലാം ഡാൻസിങ് ബാർസാണ്. സോ നമ്മൾ രാത്രി അവിടെ കയറുന്നുണ്ട്. ഒബിയസ്ലി ബിയർ അടിക്കും, ഡാൻസ് ചെയ്യും, തുള്ളും, എല്ലാം ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി വെറുതെ ഇങ്ങനെ എടുത്തിട്ട് നടക്കുക, വായി നോക്കുക, സിമ്പിൾ. അപ്പം കുറച്ച് നേരം വായി നോക്കിണ്ടായിരുന്നു. ഈ പട്ടിയുടെയൊക്കെ സൈസ് ഉണ്ട്. ഇത് വലിയ പട്ടിയത് ദൈവമേ, എൻ്റെ നെഞ്ചൊരു നിമിഷം ഒന്ന് പതറി. ഞാൻ വിചാരിച്ച് തേഞ്ഞ് അവിടെ പട്ടികൾ ഒരു കൊച്ചിനൊക്കെ ഇടിച്ചിട്ടു. അയ്യോ, ജസ്റ്റ് മിസ്. മലയാളിയാണോ? തമിഴ്? രണ്ട് തമിഴമ്പനും പോകുന്നുണ്ടായിരുന്നു. ജസ്റ്റ് മിസ് ഗൈസ്. 90 മോനെ പോ, ഇനി അടുത്തോട്ടെങ്കിലും പോ. സോ വി ആർ ഗോയിങ് ടു ബീച്ച്. പിന്നെ ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ബഡ്ജറ്റ് ട്രിപ്പായതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വീണ്ടും വരും, തിരുമ്പി വരും നമ്മളിവിടെ. ഈ കുപ്പി അതുകൊണ്ട് ആ കാണുന്ന ബാസ്ക്കറ്റ് നമ്മൾ അടിച്ചിടും. ചലഞ്ച്
ഇവൻ ചെയ്ത ഇവൻ 50, അവൻ ചെയ്ത അവൻ 50. പിടി പിടി പിടി, ഞാൻ ഫസ്റ്റ് കേട്ടോ. ശിവ നാണം കിടത്തില്ലെന്ന് എനിക്ക്. അടി കിട്ടിയില്ല. പൊങ്ങുന്നില്ല, കുപ്പിക്കകത്ത് വെള്ളമുണ്ട്, വെള്ളക്കളായിട്ട് നോക്കാം. എന്താ പറയുന്നെന്നുള്ള ബോധമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അമലായിട്ട് അടിക്കും. അമലായിട്ട് പേടി 3 ഒരടി കിട്ടു. അയ്യോ നീ അടിച്ചിരുന്നോ? ട്രൈ ചെയ്യണോ? കൊള്ളാം കേട്ടോ പരിപാടി. ഒന്നുകൂടെ കാണിക്കണം. നമ്മുടെ 51 ട്രൈ ചെയ്യുന്നതായിരിക്കും. എടാ പോടാ അവനെ. ഗൈസ്, ഇത് ഞാൻ അടിച്ചിട്ട് ഇവിടുന്ന് ഞാൻ പോകത്തുള്ളൂ. ഇത് ഞാനിവിടെ അടിച്ചിട്ട് ഇവിടുന്ന് ഞാൻ പോകത്തുള്ളൂ. നോക്കിയോ, പിടി. ഇത് ഞാൻ അടിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. കൊച്ചു പിള്ളേരെ പോലെ ബീച്ചിന്റെ ഫ്രണ്ട് വന്ന് കാണിക്കുന്നുണ്ട്. എന്താ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും നടക്കൂല. ഇല്ല, നമുക്ക് ഈ ഉദ്യമം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. സ്ട്രെയിറ്റ് ഇല്ലടാ, സ്ട്രെയിറ്റ് വെച്ചടിച്ച കാര്യമുള്ളൂ. ബീച്ചല്ലേ, കാറ്റുള്ള സൈഡ് അടിക്കാൻ നോക്കുമ്പോൾ കേരളത്തിൽ അതെന്തുവാടെ ഞാൻ അടിച്ചിട്ട ചക്ക വീണത് നിങ്ങൾ അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരുമാതിരി ഡബിൾ തന്ത വൈബായി. ആ ഇട്ട് ഇപ്പൊ തന്നെ ഗോമാത എത്തി ഗൈസ്. ഗോമാത എടാ 2 എണ്ണം കൊണ്ടിട്ടാ പോയാ ഒത്തല്. എവിടെ പോവാടാ? 2 വട്ടം ആ കുപ്പിയെ കൊണ്ടുപോയതാണ്. സോ ഗോമാത തന്നുകൊണ്ട് അറി എൻ്റെ ഒരു ഗോളാണ് നീ കളഞ്ഞത്. സോ ഗോമാത വന്നുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ സ്വപ്നം കണ്ട ഗോവ ഏകദേശമൊക്കെ ഞാൻ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ സ്വപ്നം കണ്ട ഗോവയിൽ ആരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സ്വപ്നം കണ്ട ഗോവയിൽ. സോ ശരിയാവത്തില്ല. വെറുതെ ഗോവ വന്നിട്ട് തല്ലുകൊണ്ട ആവശ്യമുണ്ടല്ലോ. നാട്ടിൽ തന്നെ ഇഷ്ടപ്പെടുന്ന തല്ല് കിട്ടുന്നില്ലേ? നോക്കുക പോവാ വഴി അല്ലേ അമൽ? ഞാൻ അംഗീകരിക്കുന്നില്ല. എന്താ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ചുമ്മാ ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ കാട്ടുകോഴി. ഇവനിങ്ങനെ വീഡിയോയ്ക്ക് ഇവൻ്റെ മറ്റേ മാന്യത പോവും, സത്യസന്ധത പോവും, ഇവൻ്റെ എന്തോ റെപ്യൂട്ടേഷൻ പോകുന്നൊക്കെ കാണിക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇവിടെ കുറച്ച് ആൾക്കാർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. ആക്ച്വലി അത് നല്ല രസമുണ്ട്. സോ ഒരുപാട് പേര് കൂടാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. ഇവിടെ കുറേ മച്ചന്മാർ ബിയർ അടിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിയർ അടിക്കാൻ പറ്റും. കൊള്ളാം, സംഭവം ഇവിടെ ക്രിക്കറ്റ് കളി കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ഇനിയും കളിക്കാൻ തോന്നുന്നു. കൂട്ടുകാരോട് നല്ല ക്രിക്കറ്റ് കളിക്കാൻ ഇവിടെ. ഓ ലെഗ് സ്പിൻ. അയ്യോ ലെഗ് സ്പിൻ ഒന്നും അല്ലായിരുന്നു കഴിച്ചത്. കൈ വടക്കുകയാണ് ഞാൻ. ലെഗ് സ്പിൻ ഒന്നും ഇല്ലായിരുന്നു. പിടുത്തമൊക്കെ കണ്ടപ്പോൾ ഞാൻ ലെഗ് സ്പിൻ ആയിരിക്കും. തേഞ്ഞ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പം മഹാരാഷ്ട്ര, ഗുജറാത്ത് അവിടെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നു. മൊത്തം അവിടെയുള്ള ആൾക്കാരാണ്. ഈ അടുത്തായതുകൊണ്ട് ഇപ്പോൾ സീസണോടെ ആയതുകൊണ്ട് എനിക്ക് അവരുടെ സമയം എന്തോ ആയിരിക്കും. അവർക്ക് അവധിയോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ മൊത്തം
നമ്മൾ എവിടെ തിരിഞ്ഞാലും എമ്മച്ച് വണ്ടി. പിന്നെ മൊത്തം ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ മഹാരാഷ്ട്ര അവിടെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അടിച്ചടി ഞാൻ അപ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാം. ഡാൻസ് കളിച്ച് വയ്യ ഗൈസ്, ഒറ്റ ലൈഫേ ഉള്ളൂ. സോ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അമ്മേ ചത്തി ബിയർ അടിച്ചതിൻ്റെ ആ ഒരു കിക്കെല്ലാം മാറി അവിടെ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ ഫുൾ ഓളായി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ പെറ്റിട്ടുകൊണ്ട് ഞങ്ങൾ ഇന്ന് വൺവേ കയറിപ്പോൾ ഇതുപോലെ കുറേ ചേച്ചിമാർ കാണും. ഡാൻസ് എഴുതിയാണ്ടോ ഇതുപോലെ കുറേ ഐറ്റംസ് കാണും. പൈസ വെറുതെ പോകത്തേ ഉള്ളൂ. ഇതിനെക്കാട്ടിലും റേറ്റ് കുറവാണ് ഇപ്പോൾ ബിയർ ലിക്കറും എല്ലാം ബീച്ചിൽ. ഇവിടെ കയറിയ വൈബൊന്നുമില്ല. സോ അതിനകത്ത് ഡാൻസ് കളിച്ചാൽ ആ ഒരു വൈബ് കിട്ടുന്നുള്ളൂ. ഒന്നുമില്ല, കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ എന്നെ കൂടെ ഉള്ളവരെ കാണുന്നില്ല. ആ കിട്ടിട്ട് അവരെ കിട്ടി. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്താൽ ഒരു വണ്ടിക്ക് 100 രൂപ വെച്ചാണ് അവൻ മേടിക്കുന്നത്. സോ വണ്ടി പാർക്ക് ചെയ്യാൻ സേഫായിട്ടിരിക്കും. പിന്നെ വണ്ടി പേം പാർക്ക് എല്ലായിടത്തും പാർക്ക് ചെയ്താൽ പെറ്റി കിട്ടും. പോണെങ്കിലും തിരിച്ചതിലേ പോകണം, നേരെ അങ്ങോട്ട് തന്നെ പോകരുത്. അങ്ങോട്ട് പോയാലും പെറ്റി കിട്ടും. ഇതിൽ 500 രൂപ പെറ്റി കിട്ടി സമാധിയായിട്ടിരിക്കുവാണ്.
പിന്നെ വേറൊരു കാര്യം 2 വണ്ടി ഉണ്ടായിരുന്നു, 1000 തരണ്ടായിരുന്നു, അവന്മാർ 500 ആകത്തുള്ളൂ. പിന്നെ ഒബിയസ്ലി ആ കോക്ടെയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊതിച്ചായിരുന്നേ പണി കിട്ടിയത്. അതൊന്നും ചെയ്തില്ല. മേ ബി അവരുടെ മെയിൻ വരുമാനം അതാണല്ലോ. അതുകൊണ്ട് അയ്യോ ഡാൻസ് കളിച്ച് വയ്യ. ഞാൻ വേറെ തൊട്ട് പരുവായി. ഇനി മണ്ടയ്ക്ക് വണ്ടി എടുക്കുക, തിരിച്ച് പോകുക. കാരണം നമ്മൾ വണ്ടി റെൻറ്റിന് എടുത്ത ആൾ നമ്മളെ വിളിച്ചാണ് 9 ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞത്. വണ്ടി ഇപ്പോൾ 9:05 കാലഘട്ടമായി. എന്നിട്ട് ഇതേപോലെ കുറേ ഐറ്റംസ് ഇവിടെ എല്ലായിടത്തും കാണും. മാക്സിമം മൈൻഡ് ആയിരിക്കുക, ബീച്ചിൽ പോവുക, എൻജോയ് ചെയ്യുക, വീരടിക്കുക. അവിടുത്തെ ഇഷ്ടംപോലെ ഡാൻസ് പാറുണ്ട്. ഈ പബ്ബിലൊന്നും കയറി കഴിഞ്ഞാൽ ഒബിയസ്ലി ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ ബഡ്ജറ്റ് വരുമ്പോൾ മുതലാവത്തില്ല ഗൈസ്. റൂമിൽ പോകണം, കിടക്കണം, കുളിക്കണം, ഫസ്റ്റ് വേറത്തെ ഒരു പരുവായി. അപ്പോൾ വണ്ടി തപ്പി കണ്ടുപിടിക്കണം. വണ്ടി ഇന്നെ തപ്പി കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോകണം, വണ്ടി കൊടുക്കണം. സോ അഡിയോസ്.